ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യ യുകെ സ്വതന്ത്ര വ്യാപാര കരാർ ലോകത്തിന് ഇന്ത്യയെക്കുറിച്ച് വർദ്ധിച്ചുവരുന്ന വിശ്വാസത്തിന്റെ പ്രതീകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തമിഴ്നാട്ടിലെ അരിയലൂരിൽ ചോള ചക്രവർത്തി രാജേന്ദ്ര ചോളൻ ഒന്നാമന്റെ ജന്മവാർഷികത്തിലും ആദ്യ തിരുവാതിര ഉത്സവത്തിലും പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കും. വിദ്യാർത്ഥികളുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കാൻ അടിയന്തര നടപടിക്ക് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി. മൻ കി ബാത് പ്രതിമാസ റേഡിയോ പ്രഭാഷണത്തിൽ പ്രധാനമന്ത്രി ഇന്ന് ജനങ്ങളുമായി സംവദിക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. കാസർകോട് മുതൽ എറണാകുളം വരെ 9 ജില്ലകളിൽ ഇന്നും മഞ്ഞ ജാഗ്രത. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പ്. ഇന്ത്യ ഇംഗ്ലണ്ട് 4ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ പൊരുതുന്നു. വാർത്തകൾ വിശദമായി. വിദേശ സന്ദർശനത്തിനിടെ ഒപ്പുവച്ച ഇന്ത്യ യുകെ സ്വതന്ത്ര വ്യാപാര കരാർ ലോകത്തിന് ഇന്ത്യയെക്കുറിച്ച് വർദ്ധിച്ചുവരുന്ന വിശ്വാസത്തിന്റെ പ്രതീകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. രാജ്യത്തിന്റെ വർദ്ധിത ആത്മവിശ്വാസത്തിനും കരാർ തെളിവാണ്. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിന് ഈ ആത്മവിശ്വാസം കുതിപ്പ് നൽകുമെന്ന് അദ്ദേഹം തൂത്തുക്കുടിയിൽ പറഞ്ഞു. ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയെ സ്വതന്ത്ര വ്യാപാര കരാർ ശക്തിപ്പെടുത്തും. ലോകത്തെ 3ാം സാമ്പത്തിക ശക്തിയാവുകയെന്ന നേട്ടത്തിലേക്ക് രാജ്യത്തിന്റെ മുന്നേറ്റത്തിന് ഇത് വേഗം പകരുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 11 വർഷങ്ങളിൽ അടിസ്ഥാന മേഖലാ വികസനവും സംശുദ്ധ ഊർജ്ജ പദ്ധതികളും രാജ്യവികസനത്തിന്റെ നട്ടെല്ലായി മാറിക്കഴിഞ്ഞെന്ന് അദ്ദേഹം വ്യക്തമാക്കി. തൂത്തുക്കുടിയിലെത്തിയ പ്രധാനമന്ത്രി ഇന്നലെ 4800 കോടിയിലേറെ രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കമിട്ടു. തൂത്തുക്കുടി വിമാനത്താവള വികസനവും ഏതാനും റോഡ്, റെയിൽ, അടിസ്ഥാന മേഖലാ പദ്ധതികളും ഇതിൽ ഉൾപ്പെടുന്നു. ഇന്ന് അരിയലൂർ ജില്ലയിൽ ചോള ചക്രവർത്തി രാജേന്ദ്ര ചോളൻ ഒന്നാമന്റെ സഹസ്ര ജന്മവാർഷികത്തിലും ഗംഗൈക്കൊണ്ട ചോളപുരം ക്ഷേത്രത്തിൽ ആദ്യ തിരുവാതിര ഉത്സവത്തിലും നരേന്ദ്രമോദി പങ്കെടുക്കും. രാജേന്ദ്ര ചോളൻ ഒന്നാമൻ അനുസ്മരണ നാണയവും അദ്ദേഹം പ്രകാശനം ചെയ്യും. ചോളരാജാവിന്റെ തെക്ക് കിഴക്കേഷ്യൻ കപ്പൽ യാത്രയുടെയും ചോളപുരം ക്ഷേത്രത്തിന്റെയും പാരമ്പര്യം ഓർമ്മിപ്പിക്കുന്ന പരിപാടിയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. വാസ്തുവിദ്യയുടെ ചോള പാരമ്പര്യത്തിന്റെ പ്രതീകമായ ക്ഷേത്രം യുനെസ്കോയുടെ പൈതൃക കേന്ദ്രങ്ങളിൽ ഒന്നാണ്. തമിഴ്നാട്ടിലെ ശൈവഭക്തി പാരമ്പര്യത്തിന്റെ ഭാഗമാണ് ആദ്യ തിരുവാതിര ഉത്സവം. വിദ്യാർത്ഥികളുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നിർദ്ദേശം നൽകി. ദേശീയ സുരക്ഷാ കോഡുകൾ അനുസരിച്ച് സ്കൂളുകളിലും അനുബന്ധ സ്ഥാപനങ്ങളിലും സുരക്ഷാ ഓഡിറ്റ് നിർബന്ധമാക്കണമെന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടു. ജീവനക്കാർക്കും വിദ്യാർത്ഥികൾക്കും അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ പരിശീലനം നൽകണം. കൌൺസിലിംഗിലൂടെയും പിയർ നെറ്റ്വർക്കുകളിലൂടെയും മാനസിക സാമൂഹിക പിന്തുണ നൽകണമെന്നും നിർദ്ദേശമുണ്ട്. ഭാരത ദർശനത്തിൽ ഊന്നിയ ബദൽ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകത ആർഎസ്എസ് മേധാവി മോഹൻ ഭാഗവത് എടുത്തു പറഞ്ഞു. വികസിത ഭാരതത്തിന് ഇതാവശ്യമാണ്. കൊളോണിയൽ ആശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രാജ്യത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം രൂപപ്പെട്ടിരിക്കുന്നതെന്ന് എറണാകുളം വെളിയനാട്ടെ രാഷ്ട്രീയ ചിന്തൻ ബൈഠക്കിൽ അദ്ദേഹം പറഞ്ഞു. ശിക്ഷ സംസ്കൃതി ഉഡാൻ ന്യാസാണ് ബൈഠക്കിന്റെ സംഘാടകർ. ഇന്ന് ഇടപ്പള്ളി അമൃത മെഡിക്കൽ കോളേജിലെ ജ്ഞാനസഭയിൽ ഭാഗവത് പങ്കെടുക്കും. ഉച്ചകഴിഞ്ഞാണ് സഭ ആരംഭിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആകാശവാണി മൻ കി ബാത് രാവിലെ 11-ന് ആകാശവാണി ദൂരദർശൻ ശൃംഖലകളിൽ തത്സമയം കേൾക്കാം. ഇതിനു പുറമെ AR ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും എയർ ന്യൂസ്, DD ന്യൂസ്, പ്രധാനമന്ത്രിയുടെ ഓഫീസ്, IB മന്ത്രാലയത്തിന്റെ ഓഫീസ് എന്നിവയുടെ യൂട്യൂബ് ചാനലുകളിലും പരിപാടി കേൾക്കാം. മൻ കി ബാത്തിന്റെ 124ാം പതിപ്പാണിത്. ആകാശവാണി പ്രധാനമന്ത്രിയുടെ ഹിന്ദി പ്രഭാഷണത്തിന് ശേഷം പ്രാദേശിക ഭാഷാ പരിഭാഷ പ്രക്ഷേപണം ചെയ്യും. സംസ്ഥാനത്ത് കാലവർഷം ശക്തമായി തുടരുന്നു. കേരളത്തിലും ലക്ഷദ്വീപിലും ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ചിലയിടങ്ങളിൽ ഇടിയോടുകൂടിയ അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. കാസർകോട് മുതൽ എറണാകുളം വരെ 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 30 വരെ മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ട്. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നാണ് മുന്നറിയിപ്പ്. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ. ഇന്നലെ ശക്തമായി പെയ്ത മഴയിൽ സംസ്ഥാനത്ത് പല ജില്ലകളിലും വ്യാപകമായ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ചിലയിടങ്ങളിൽ താഴ്ന്ന സ്ഥലങ്ങളിൽ വെള്ളം കയറി. നിരവധി വീടുകളും തകർന്നു. ശക്തമായ മഴയിലും കാറ്റിലും കോഴിക്കോട് താലൂക്കിൽ 2 വീടുകൾ പൂർണ്ണമായും 7 വീടുകൾ ഭാഗികമായും തകർന്നു. പുതിയങ്ങാടി വില്ലേജിൽ കടൽക്ഷോഭം രൂക്ഷമാണ്. പെരുമണ്ണ വില്ലേജിലെ പുളിക്കൽ താഴം വിരുപ്പിൽ കുനിപ്പുറത്ത് വീട്ടിലേക്ക് മണ്ണിടിഞ്ഞു വീണു. വടകര താലൂക്കിലെ 22 വീടുകൾ ഭാഗികമായി തകർന്നു. വിലങ്ങാട് 2 വീടിന് മുകളിൽ മരം വീണു. താമരശ്ശേരി കട്ടിപ്പാറ വില്ലേജിലെ മന്നാടി ഏറ്റുമലയിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് 21 കുടുംബങ്ങളെ ബന്ധുവീടുകളിലേക്ക് മാറ്റി താമസിപ്പിച്ചു. കണ്ണൂർ ജില്ലയിലെ
കനത്ത മഴയിൽ മിക്ക പുഴകളിലും ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു. ആറളത്ത് മലവെള്ളപ്പാച്ചിലുണ്ടായി. വിശദാംശങ്ങളുമായി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ. വെള്ളപ്പൊക്കത്തെ തുടർന്ന് ആറളം പഞ്ചായത്തിലെ കീഴ്പള്ളി ഭാഗത്ത് നിന്ന് 12 കുടുംബങ്ങളെ ഇന്നലെ രാത്രി RRT ഓഫീസിന് സമീപത്തെ അങ്കണവാടിയിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. 6 കുടുംബങ്ങളെ ബന്ധുവീടുകളിലേക്ക് മാറ്റി. കക്കുവാപ്പുഴ, ബാവലിപ്പുഴ എന്നിവിടങ്ങളിൽ ജലനിരപ്പ് ഉയർന്നു. പായം, വിളമന, കരിക്കോട്ടക്കരി, അയ്യങ്കുന്ന് വില്ലേജുകളിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകി. ഇരിട്ടി കോളിത്തട്ടിൽ വീടിന് മുകളിൽ മരം വീണു. വീട്ടുകാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ജില്ലയിൽ കഴിഞ്ഞ 2 ദിവസത്തിനിടെ 65ലേറെ വീടുകളാണ് തകർന്നത്. പഴശ്ശി ഡാമിന്റെ 16 ഷട്ടറുകളിൽ 13 3 മീറ്റർ വീതവും ഒരെണ്ണം 2.5 മീറ്ററും ഉയർത്തി. ഇതേ തുടർന്ന് വളപട്ടണം പുഴയിലെ ജലനിരപ്പ് ഉയർന്നു. വീശിയടിക്കുന്ന അതിശക്തമായ കാറ്റ് മലയോരത്തുൾപ്പെടെ വ്യാപകമായ നാശമാണ് വരുത്തിയിട്ടുള്ളത്. പലയിടങ്ങളിലും വൈദ്യുതി വിതരണം പുനഃസ്ഥാപിച്ചു വരുന്നതേയുള്ളൂ. കണ്ണൂർ ജില്ലയിൽ ക്വാറികളുടെ പ്രവർത്തനം ഇനി ഒരറിയിപ്പുണ്ടാകുന്നതുവരെ നിരോധിച്ചു. കനത്ത മഴ തുടരുന്നതിനാൽ ജില്ലയിലെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും പ്രവേശനം നിരോധിച്ചു. കോഴിക്കോട് കക്കയം ഡാമിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഡാമിലെ ജലനിരപ്പ് 758.05 മീറ്ററിലെത്തിയാൽ ഡാമിന്റെ 2 ഷട്ടറുകളും ഒരടി വരെ ഉയർത്തി 52 മുതൽ 250 വരെ ഖനയടി വെള്ളം സ്പിൽവേയിലൂടെ ഒഴുക്കിവിടും. തീരവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലും മഴക്കെടുതി രൂക്ഷമാണ്. ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. പോത്തുണ്ടിയിൽ പുഴ കരകവിഞ്ഞൊഴുകി ചാത്തമംഗലം റോഡിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. ചെമ്മന്തോട് കരകവിഞ്ഞ് വീടുകളിൽ വെള്ളം കയറിയതിനാൽ 8 കുടുംബങ്ങളിൽ നിന്ന് 20 പേരെയും ചാത്തമംഗലം ചപ്പാത്ത് സമീപത്ത് നിന്ന് 5 വീടുകളിൽ നിന്നായി 16 പേരെയും ബന്ധുവീടുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. നെല്ലിയാമ്പതി ചുരം റോഡിൽ മണ്ണിടിച്ചിൽ ഭീഷണി ഉള്ളതിനാൽ വിനോദസഞ്ചാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. ജില്ലയിലെ 7 ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട്. മൂലത്തറ റെഗുലേറ്ററിന്റെ ഷട്ടറുകളും തുറന്നിട്ടുണ്ട്. പാലക്കാട് നെല്ലിയാമ്പതി മേഖലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ വിനോദസഞ്ചാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. ഇടുക്കിയിൽ അതിശക്തമായ മഴയ്ക്കും കാറ്റിനും ഇന്നലെ വൈകിട്ടോടെ ശക്തി കുറഞ്ഞെങ്കിലും രാത്രിയിൽ ചിലയിടങ്ങളിൽ മഴ തുടർന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ. കനത്ത മഴയിൽ ഇടുക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി മണ്ണിടിഞ്ഞും മരം വീണും വ്യാപക നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. ഇന്നലെ മാത്രം ഇടുക്കിയിൽ 2 പേർ മരിച്ചു. ഉടുമ്പൻചോലയിൽ മരം വീണ തോട്ടം തൊഴിലാളിയായ തമിഴ്നാട് തേവാരം സ്വദേശി ലീലാവതിയാണ് മരിച്ചത്. ഇന്നലെ രാത്രി മൂന്നാറിൽ ലോറിക്ക് മുകളിൽ മണ്ണിടിഞ്ഞു വീണ് മൂന്നാർ അന്തോണിയാർ കോളനി സ്വദേശി ഗണേശനാണ് മരണപ്പെട്ടത്. ദേവികുളം, ഉടുമ്പൻചോല, തൊടുപുഴ താലൂക്കുകളിലെ ദേശീയ സംസ്ഥാന പാതകളടക്കമുള്ള റോഡുകളിൽ മണ്ണിടിഞ്ഞും മരം വീണും ഗതാഗതം തടസ്സപ്പെട്ടു. മൂന്നാർ ഗ്യാപ്പ് റോഡിൽ 2 ദിവസത്തേക്ക് രാത്രിയാത്രാ നിരോധനം ഏർപ്പെടുത്തി. പൊന്മുടി, കല്ലാർകുട്ടി, മലങ്കര, ലോവർ പെരിയാർ ഡാമുകൾ തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത് തുടരുകയാണ്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്തെ മുഴുവൻ പഞ്ചായത്തുകളിലും ഓരോ ഡിസ്പെൻസറി എന്ന ലക്ഷ്യത്തിലേക്ക് കേരളം നീങ്ങുകയാണെന്ന് മന്ത്രി വീണ ജോർജ് തിരുവനന്തപുരത്ത് അറിയിച്ചു. കിഴിവലം ഗ്രാമപഞ്ചായത്തിലെ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെ പുതിയ കെട്ടിടം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വിഴിഞ്ഞം തുറമുഖത്തെ തൊഴിൽ പ്രശ്നങ്ങൾ പഠിക്കാൻ അഡീഷണൽ ലേബർ കമ്മീഷണറെ ചുമതലപ്പെടുത്തിയതായി മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. 1 മാസത്തിനകം റിപ്പോർട്ട് നൽകണം. തുറമുഖത്ത് ചുമട്ടുതൊഴിലാളികൾക്ക് തൊഴിൽ നിഷേധിക്കുന്നുവെന്ന ട്രേഡ് യൂണിയനുകളുടെ പരാതിയിലാണ് നടപടി. ഇന്ത്യ ഇംഗ്ലണ്ട് 4ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ അവസാന ദിവസമായ ഇന്ന് മാഞ്ചസ്റ്ററിൽ 2-174 റൺസ് എന്ന നിലയിൽ ഇന്ത്യ 2ാം ഇന്നിംഗ്സ് പുനരാരംഭിക്കും. ശുഭ്മാൻ ഗില്ലും KL രാഹുലുമാണ് ക്രീസിൽ. ഇന്നലെ ആദ്യ ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ട് 669 റൺസ് എടുത്തു. ഇതോടെ അവർ 331 റൺസ് ലീഡ് സ്വന്തമാക്കി. ഫിഡെ വനിതാ ലോകകപ്പ് ചെസ്സിന്റെ ആദ്യ ഫൈനലിൽ കൊനേരു ഹംപി ദിവ്യ ദേശ്മുഖ് മത്സരം സമനിലയിൽ പിരിഞ്ഞു. ജോർജിയയിലെ ബെറ്റുമയിൽ ഇരു താരങ്ങളും 0.5 പോയിന്റ് വീതം പങ്കുവച്ചു. 2ാം ഫൈനൽ ഇന്ന് നടത്തും. അന്താരാഷ്ട്ര കയാക്കിംഗ് ഫെസ്റ്റിന്റെ 2ാം ദിവസമായ ഇന്നലെ കോഴിക്കോട്ട് പ്രൊഫഷണൽ എക്സ്ട്രീം സ്ലാലോം മത്സരത്തിൽ പുരുഷ വിഭാഗത്തിൽ ചിലിയിലെ കിലിയൻ ഐവലിക്കും വനിതാ വിഭാഗത്തിൽ ന്യൂസിലാൻഡിന്റെ ഡെയ്ല വാർഡും 1ാം സ്ഥാനം നേടി. ഇന്ന് പുല്ലൂരാമ്പാറയിലെ ഇരുവഴിഞ്ഞിപ്പുഴയിൽ ഡൌൺ റിവർ മത്സരം നടത്തും. റാപ്പിഡ് രാജ, റാപ്പിഡ് റാണി എന്നിവരെ കണ്ടെത്തുന്ന മത്സരമാണിത്. അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം, പണപ്പെരുപ്പം എന്നിവയ്ക്കെതിരെ മഹിളാമോർച്ച നാളെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കഞ്ഞിവെച്ച് പ്രതിഷേധിക്കുമെന്ന് മഹിളാമോർച്ച സംസ്ഥാന പ്രസിഡന്റ് നവ്യ ഹരിദാസ് പറഞ്ഞു. സംഘടനാതലത്തിൽ 30 കേന്ദ്രങ്ങളിലും രാവിലെ 11-ന് പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് അവർ കോഴിക്കോട്ട് പറഞ്ഞു. തിരുവനന്തപുരം DCC പ്രസിഡന്റ് പാലോട് രവിയുടെ രാജി സ്വീകരിച്ചതായി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അറിയിച്ചു. സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന് പ്രഥമദൃഷ്ടിയിൽ ബോധ്യപ്പെട്ടതിനാൽ വാമനപുരം ബ്ലോക്ക് ജനറൽ സെക്രട്ടറി A ജലീലിനെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാർ
ലോകത്തിന് ഇന്ത്യയെക്കുറിച്ച് വർദ്ധിച്ചുവരുന്ന വിശ്വാസത്തിന്റെ പ്രതീകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തമിഴ്നാട്ടിലെ അരിയലൂരിൽ ചോള ചക്രവർത്തി രാജേന്ദ്ര ചോളൻ ഒന്നാമന്റെ ജന്മവാർഷികത്തിലും ആദ്യ തിരുവാതിര ഉത്സവത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. മൻ കി ബാത് പ്രതിമാസ റേഡിയോ പ്രഭാഷണത്തിൽ പ്രധാനമന്ത്രി ഇന്ന് ജനങ്ങളുമായി സംവദിക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ്. ഇന്ത്യ ഇംഗ്ലണ്ട് 4-ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ പൊരുതുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.